തോട്. അമ്മേ ഞാൻ തോട്ടിക്കൂടെ. അയ്യോ വഴി മാറിപ്പോയേ. ഞാന് ആനപ്പടിനെ നോക്കി ഇങ്ങനെ പോവുകയെന്ന് കേട്ടോ. അതിന്റെ എന്താ ഞാൻ ഇങ്ങനെ നോക്കുക, ഒരു കാണാനില്ല. കാരണം പിന്നെ അങ്ങനെ അടിക്ക് വെക്കുമ്പോണ്ട് ഞാൻ അയിമര ചവിട്ടി നിക്കണത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മള് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മളെ CIDന്റെ ഷൂട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇന്ന് എനിക്ക് ഷൂട്ടില്ല. അപ്പം വേറുള്ളവർക്ക് ഷൂട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ടീംസ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം അവർക്ക് ഷൂട്ടുണ്ട്. അപ്പം ആ സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അപ്പൊ നിക്കി മോളെ ഞങ്ങൾ എന്നാ പോട്ടെ കേട്ടോ. അവിടെ നിന്നോ. ദിയമോക്ക് ഇന്ന് ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് വൈകുന്നേരം വരെ ഉണ്ട്. GK ആണ്. അപ്പോൾ ഒരു പീരീഡ് ഉള്ളൂ എക്സാം, ആനുവൽ എക്സാം. ഗൈസ് ഇതെന്റെ ന്യൂ ടോപ്പാണ് മീഷോയിൽ നിന്ന് എടുത്തത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പ് വേണമെന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് വണ്ടി കയറാൻ നിൽക്കാം. നിക്കി ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. നമ്മൾക്ക് ഇവിടെ നിന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിക്ക് ഒരു 7.5-8 കിലോമീറ്റർ ഉണ്ട്. സോ അതുവരെ ഞാൻ പാട്ട് പാടി വെറുപ്പിക്കാം ഗൈസ്. ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കാം. വാക്ക് കണ്ട് മുട്ടാണ് കേട്ട് ദുനിയാവിനുള്ളില് വന്ന് പ്രിയം കടല് പ്രിയനേ മെയ്യം കടല് മൗല മൗല നല്ലത്. ഗൈസ് ഇപ്പൊ മാങ്ങക്കാലാണ്. അപ്പൊ എല്ലാ വീട്ടിലത്തെ മാവിലും മാങ്ങ കാണാം. സോ നിങ്ങളെ വീട്ടിൽ മാവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് തരാനേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. അപ്പൊ എന്റെ വീട്ടിൽ ചെനച്ച മാങ്ങ. എക്സാക്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ കാണുന്ന ആൾക്കാർ വല്ല കോട്ടയത്തോ പത്തനംതിട്ട കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിലമ്പൂര് വരെ അവര് മാങ്ങ മുക്കി പിടിച്ചോണ്ട് വരികയല്ലേ. അതല്ല, ഞാൻ അങ്ങനെയല്ല പറയണത്. മാങ്ങ തരാനും വേണ്ടി വരണം എന്നല്ല, ഇന്നെ കാണാൻ വരണമെന്ന് പ്ലാനുള്ള കുറെ പേരുണ്ടല്ലോ. ദേവു ചേച്ചിന്റെ വീട്ടിലേക്ക് പോണം എന്നുണ്ട്. അപ്പൊ ഓരോ നിങ്ങളെ വീട്ടിൽ മാങ്ങ ഉണ്ട്, ഞാൻ മാങ്ങ പറിച്ചു വരാം. ഇതാണ് നമ്മളെ ചെരങ്ങാത്തോട് ഗൈസ്. ഫോറസ്റ്റ്, കവള ഫോറസ്റ്റ് ഇവിടെ. പക്ഷെ ഇതുവരെ ഇവിടെ ഒറ്റവട്ടേ വന്നിട്ടുള്ളൂ. ഫ്രണ്ട്സ്, നമ്മളെ കോളനി മലയാണ് കാണുന്നത്. DK കോളനി മല. നേരെയാന്ന് തോന്നുന്നു. നേരെയാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുഴയെ പോവാം. DK കോളനി പുഴ. നേരെ ഇവിടെ വെക്കേഷന് പുഴയെ പോണം. ദിയമോളെ വെക്കേഷനോട് കഴിയട്ടെ. പണ്ട് സൂര്യകാന്തി തോട്ടം ഉണ്ടായിരുന്നത് അവിടെ. ഒറ്റ മിനിറ്റ്, എന്റെ ഫ്രണ്ടിനും കൂടെ ഒന്ന് നോക്കട്ടെ. അതൊന്നല്ല, ഇതല്ല. തോട്ടിക്കൂടെയാണോ പോരന്റെ? ഇവിടെ തോട്. അമ്മേ ഞാൻ തോട്ടിക്കൂടെ. അയ്യോ വഴി മാറിപ്പോയേ. ഞങ്ങൾ പുഴയിലേക്കാണ്. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചതിച്ച് പുറത്തേക്ക് കാണിച്ചു. ഗൂഗിൾ മാപ്പ് ചതിച്ച് പുഴയിലൂടെ പോയി വണ്ടി. അവിടെ ചെറിയൊരു തോട്. നല്ല രസമായിരിക്കും ഇവിടെ. കുറച്ച് പേരുണ്ടെന്നല്ലേ പറഞ്ഞു. റീഗൽ എസ്റ്റേറ്റ്. നീ ഇറങ്ങി നോക്കിക്കേ. അത് ഹായ് ജാതിക്ക. വഴി തെറ്റി ഒരു എസ്റ്റേറ്റിന്റെ മുമ്പിൽ. എവിടെ ജാതിക്കാം? ഫ്രണ്ട്സ്, നമ്മൾ ഉദ്ദേശിച്ചു വന്ന വഴി ഇത് തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് എങ്ങനെ വണ്ടി കയറുന്ന എനിക്കൊരു നിശ്ചയവുമില്ല. എന്തായാലും കയറി നോക്കാം. ഫ്രണ്ട്സ്, ദേവ് ചെന്ന് കാലുകുത്തിയത് ജാതിക്ക മരത്തിന്റെ ചുവട്ടിലാണ്. ഞാൻ ജാതിക്കാനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഒരു തോട്ടത്തിലാണ് നമ്മള് നിക്കണത് ഇപ്പോ. അതെ അതെ, എന്തായാലും പ്രതീക്ഷിക്കാതെ. സത്യം. കുറേ ഡോഗ്സ് ഉണ്ട് ഇവിടെ.
അവരവിടെ ഷൂട്ടിലാണ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഫുഡ് എടുക്ക്. ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് ദേവുവിനെ. കൊറേ ദൂരം പോകാനുണ്ടോ? കാർ അവിടെയാണ്, അവിടുന്ന് കൊറേ ദൂരം പോകാനുണ്ടോ? ഈ ജാതിക്കത്തോട്ടം ഇജാതി നിന്റെ നോട്ടം. എവിടെയാ അവര്? ഇഷ്ടം പോലെ ജാതിക്കുണ്ട് കേട്ടോ ദേവോ. അതാ ഓറഞ്ച് ഷർട്ടാ കാട്ടില്. അല്ല, ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരണായിരുന്നോ? ഫ്രണ്ട്സ്, നല്ല സ്ഥലം, ഒരു ഫുള്ള് തോട്ടം. ആ ഒരു വീട് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ റബ്ബർ തോട്ടം, അപ്പുറത്ത് ഈ മറ്റേ ജാതിക്ക, തെങ്ങ്, അങ്ങനെ കവുങ്ങ്, അങ്ങനത്തെ തോട്ടങ്ങൾ കൂടുതൽ. ശരിക്കും ഈ ജാതിക്കൊക്കെ പാടത്തല്ലേ ഉണ്ടാവുക? എനിക്ക് അറിയില്ല കേട്ടോ പറമ്പിലുള്ള കാര്യം. പാടവും പറമ്പൊന്നുമില്ലേ? അവിടെ റബ്ബറും ഇവിടെ പാടല്ലേ ഇത്? പറമ്പാ? ഇത് പറമ്പ്. പാടം എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലം. ഫ്രണ്ട്സ്, ദേവു അവിടെ ജാതിക്ക കട്ട് പറിക്കുന്നുണ്ട്. ഒന്നിൻ്റെ ആവശ്യമുള്ളൂ, ഒന്ന് കിട്ടി, ഇനി വേണ്ട. ആരും കണ്ടില്ല എന്നാണ് അവളുടെ വിചാരം. പക്ഷേ നമ്മുടെ ഇത്രയും വ്യൂവേഴ്സ് കണ്ടു. നാളത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ദേവുവിന് വയറിളക്കായ വീഡിയോ അങ്ങനെ നടക്കുന്നു. അതെന്താണെന്നറിയോ? 2-3 ജാതിക്ക ഒരുമിച്ച് തിന്നിട്ടാണ് ആ വയറിളക്കം വന്നത്. അവിടെ ഷൂട്ടിലാണ് പപ്പയും. അവിടെ ഡാക്ടറെ ആ ഓറഞ്ച് കാണാണ്ടോ? അത് പപ്പ. അർജു അർജുവാമന് അവിടെ ഉണ്ട്. വേറെ ആക്ടറും അവിടെ ഉണ്ട്. ഗൈസ്, ഉണങ്ങിയ ആനപ്പിണ്ടം. ഞാൻ ഇതുമ്മ ചവിട്ടിയാണ് വന്നത്, അത് തപ്പിയിട്ട്. അതെ, ഇതോ? അപ്പൊ ആന വന്നു കഴിഞ്ഞാൽ സെൻസ് ചെയ്യോ? ഇത് സോളാറാണ്. ഫ്രണ്ട്സ്, ഇതെന്താ സംഭവം അറിയോ? ഇത് ആനേനെ ഓടിക്കുന്ന ഒരു സെൻസറാണിത്. ഇത് ആന വന്നു കഴിഞ്ഞാൽ ഇന്നൊരു സൗണ്ട് ഉണ്ടായി അത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ആനയ്ക്ക് തിരിച്ചു പോകും. ഇത് കറണ്ട് സോളാറാണ്. ആ കാണൊക്കെ ആ പച്ച ഇതുണ്ട്, അതിന്റെ അപ്പുറത്ത് ഫോറസ്റ്റ് ആണ്. അങ്ങനെ പോകുന്നുണ്ട്. പാറാണ് അപ്പൊ ഇവിടെ ഇത് മൊത്തം തോട്ടം. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഫോറസ്റ്റ്. ഈ വഴി അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ കാട്ടിലെത്തും എന്നാണ് പറയണത്. സോ നമുക്കൊരു വഴി പോയി നോക്കണം ഗൈസ്. നിങ്ങൾ പോകണ്ടോ അത് കൂടെ? ദേവു, ആനപ്പിണ്ടം കണ്ടോ? ഞാൻ ആനപ്പിണ്ടം നോക്കി ഇങ്ങനെ പോവുകയെന്ന് കേട്ടോ. എൻ്റെ വിചാരം പച്ച ബ്ലാക്ക് ആ ഒരു കളറാണെന്ന വിചാരം, ഫ്രഷ് ആണെന്ന വിചാരം. അപ്പം എന്താ, ഞാൻ ഇങ്ങനെ നോക്കുക, ഒരു കാണാനില്ല. കാരണം പിന്നെ അങ്ങനെ അടിക്ക് വെക്കുമ്പോണ്ട് ഞാൻ അയിമര പടക്കം പൊട്ടിക്കണ ആ ഒരു സെൻസർ അവിടെ, അതിന്റെ ബാക്കിലാണ് ആനപ്പിണ്ടം. അപ്പൊ അതും കടന്ന ആന വന്ന് സാധിച്ചിട്ടാണ് പോയത്. ഷൂട്ട് ചെയ്ത് ഇവിടെ എത്തിട്ടോ. ഞങ്ങൾ കുറേ നേരമായി വന്നിട്ട്. ഞങ്ങൾ പോട്ടെ ചോദിച്ചു, പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ പറഞ്ഞു. ഫ്രണ്ട്സ്, ഞങ്ങളെ ഫുഡാണത്. അപ്പോൾ ഇവിടുത്തെ സീൻ കഴിഞ്ഞു ഫ്രണ്ട്സ്. കുറച്ച് വലിയ സീനായിരുന്നു. ഒരു 3 പേജ് ഉണ്ടായിരുന്നു. കാടും മലയും പുഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം എടുത്തില്ല. 3 പേജ് തീർന്നു ഇത്ര നേരം. And you know, Papa, you are having a surprise today. Yeah, tell me. You know that's surprise. Oh, surprise. Surprise. ഇതിലെന്തെങ്കിലും എനിക്ക് വാങ്ങിക്കൊണ്ടുണ്ടാവും. അതൊന്നല്ല. What surprise? Evening surprise. What surprise? And your wife also having a surprise, right? ഇതെന്ത് പാശ കച്ചറ. അതാ വേറെ എണ്ണം വരുന്ന ഓടി വരുന്ന അതിന് നോക്കിക്കേ. വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട ദേവോ. ഇന്റെ പിന്നാലെ വന്നേന്ന് ഞാൻ ഇറങ്ങിയ ടൈമില്. അല്ല, അതെന്തിനാന്നറിയോ കുറയ്ക്കണേ? ഇതിന് എന്തെങ്കിലും ഉപദ്രവിക്കാനാണെന്ന് വിചാരിച്ചിട്ട്. കണ്ടോ വേറെ ഒന്നിനെ പറഞ്ഞു വിടണോക്ക്. ദേവൊന്ന് പട്ടിയുടെ കടിയുള്ളൂല്ലോ ദേവനെ. ദേവു വെക്കേഷനായിട്ട് പട്ടി അടിച്ച് കിടക്കണ്ട കേട്ടോ. Hi Bruno.
ആരെങ്കിലൊക്കെ പേര് ഉണ്ടാവും. കണ്ടോ, ഇതിനെന്തോ കാണിക്കാന്ന് വിചാരിച്ചിട്ട് മറ്റേ പട്ടി ഇതുങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടേക്ക് അങ്ങോട്ട്. കണ്ടാലറിയൂലേ നല്ല പട്ടിയാണെന്ന്. ഇപ്പോഴത്തെ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ്. ഞാൻ ക്രോഷിങ്, അത് ഞാൻ ഇവരോട് പറഞ്ഞില്ല ഗൈസ്, ഞാൻ ക്രോഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൂപ്ലി നൂല് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പെട്ടുപോയതാണ് ഇത് വാങ്ങിയിട്ട്. ബിക്കോസ് ഇതല്ല ഒറിജിനൽ സാധനം കുറച്ചുകൂടെ കട്ടിയുള്ള യാണാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവർ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട്, നമ്മൾ ഫുഡ് കൊടുത്തു കേട്ടോ, ഫുഡ് കഴിച്ചിട്ട് ഇനി നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോകണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളർ ചെയ്യാണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടായ തീരുമാനമാണ് ആ സാധനം. സോ ഗൈസ്, ഞാനിപ്പം ക്രോഷിങ് ചെയ്തിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. ബട്ട് ഫസ്റ്റത്തെ വട്ടം ചെയ്തപ്പോൾ വൻ കോമഡി ആയിരുന്നു. നിങ്ങൾ ചിരിച്ചിരിച്ച് ചാവും ഗൈസ്. ഹാർട്ടൊക്കെ എൻ്റെ കാണാൻ എന്തോ ഒരു രൂപം വരെ അമീബയൊക്കെ മാറിയുണ്ട് ഹാർട്ട് കാണാൻ. അതുകൊണ്ട് ഞാനിപ്പം എത്രാമത്തെ ഉണ്ടാക്കാൻ തുടങ്ങിയത് എനിക്കറിയില്ല, കാരണം അത്രയും പഠിച്ചിട്ട് ഞാനിപ്പം ഞാൻ യൂട്യൂബിൽ നോക്കി ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ കണ്ടു. ഗൈസ്, നിങ്ങൊരു കോമഡി ആക്കണോ? 10-20 മിനിറ്റ് സംസാരിച്ചു, പക്ഷെ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. സത്യം, ഞാൻ ക്യാമറ ഓൺ ആക്കിയില്ല ഗൈസ്. അപ്പൊ നിങ്ങൾ ഏതൊക്കെ കേട്ടു എനിക്കറിയില്ല. എന്തായാലും എന്റെ ക്രോഷിങ്ങിന്റെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ സക്സസ്ഫുൾ ആയി ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഹലോ ഇജെവിടെ? എന്നാ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിക്കാ. ഏതാ വീട് ചോദിച്ചോക്ക ആദ്യം. ഇത് തന്നെ അതാ ഹഷ്മിന്ന് ഗേറ്റുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആണോ ഫ്രണ്ട്സ്? അപ്പം ഞങ്ങള് ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിന്റെ വീട്ടില് 2 മണിക്ക് കയറിയതാണ്. ഇപ്പൊ സമയം 4 മണിയായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കേറി പോവാ പറഞ്ഞതാണ്, പക്ഷെ 2 മണിക്കൂർ പോയി. അതെ, അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ച് കൊറേ. ഓളെ ഡ്രസ് ഇട്ട് ഫോട്ടോ എടുത്ത് അത് അപ്പത്തേനും സ്റ്റാറ്റസ് വിട്ടു. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ദിയമ്മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഭിമാമന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദിയമ്മോൾ ഇപ്പൊ അഭിമാമന്റെ വീട്ടിലാണ് ഉള്ളത്. സോ ദിയമ്മോൾ സ്കൂൾ വിട്ടിട്ട് ഇങ്ങോട്ടാണ് വന്നത്. എന്ത് ചോറുന്നേ? അഭിഷേക് ഇബ്രാഹിം എന്നാണ് വിളിക്കുന്നത്. ഇബ്രാഹിം നിക്കും ഇവനൊക്കെ എനിക്ക് ഇബ്രാഹിമാണ്. ഞാൻ ഷോർട്ട് ആയിട്ട് ഇബ്രു എന്ന് വിളിക്കും. ദിയമോള് ദേവു പോലെ തന്നെയായിരുന്നു കേട്ടോ ചെറുപ്പത്തില്. അയ്യോ, ഞാൻ എന്റെ ചെറുപ്പകാലം കണ്ടുകൊണ്ടിരിക്കുന്നു. ദേവു So guys, Papa had already left the house. ഇന്ന് കളർ ചെയ്യാൻ പറ്റിയില്ല മുടി, കാരണം എന്താ വെച്ചാൽ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എൻ്റെ ഹെയർ ലിറ്റിൽ ബിറ്റ് മുറിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത്ര ഉണ്ട് ഇപ്പോൾ ഹെയർ, ഇത്ര ആക്കാം. ദാറ്റ്സ് ഓൾ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അമർത്തിയിട്ട് പോവാ. ബൈ ബൈ.